ഇനി UDF സ്ഥാനാർത്ഥിയുടെ കുറച്ച് കോമഡി കേൾക്കാം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 48 മണിക്കൂറിനകത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു. പക്ഷേ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ M. സ്വരാജിൻ്റെ പേര് പ്രഖ്യാപിച്ചതിന് ശേഷം UDF എന്നോ സ്ഥാനാർത്ഥിയെന്നോ കേൾക്കാനുമില്ല. ചാനലുകളും സോഷ്യൽ മീഡിയ ഫീഡുകൾ മുഴുവൻ സ്വരാജ് തരംഗമാണ്. ഫോട്ടോകൾ, പ്രതികരണങ്ങൾ, ബൈറ്റുകൾ, പഴയ വീഡിയോകൾ തുടങ്ങി സർവം സ്വരാജ്യമയം. ആ ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് മാപ്രകൾ UDF സ്ഥാനാർത്ഥിയോട് ചോദിക്കുകയാണ്, തെരഞ്ഞെടുപ്പിനെ എങ്ങനെ കാണുന്നു? ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി വന്നതോടുകൂടി എന്താണ് ചിത്രം വ്യക്തമാകുന്നത് എന്ന് ചോദിച്ചപ്പോഴുള്ള മറുപടി കേട്ടെ. വലിയ ആവേശം. ഞാൻ പറയട്ടെ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അതിന്റെ 48 മണിക്കൂർ പോലും തികയുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി മുന്നോട്ട് പോകുന്നു. ഞങ്ങൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർക്കുകളും വളരെ മുന്നിലാണ്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു വലിയ കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു തീരെ പ്രതീക്ഷയില്ല എന്ന് തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ തന്നെ ബോധ്യമാണ്. ഓരോ ഘട്ടത്തിലും പ്രവർത്തനങ്ങൾ കണ്ടാൽ അവർക്ക് ബോധ്യമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വിജയ പ്രതീക്ഷയില്ല എന്ന് അവർ തന്നെ